4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു ചെറുപൈതൽ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥനായ അവന് പിന്നെ എല്ലാ കാലത്തും കൂട്ടായി ഉണ്ടായിരുന്നത് ഒരു ആശയമായിരുന്നു, വിപ്ലവം എന്ന ആശയം. ആ ആശയത്തെ ഒരു തീജ്വാല എന്ന പോലെ അവൻ ആയിരങ്ങളിലേക്ക് പടർത്തിവിട്ടു. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭം മുതൽ ആ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം കേരളം കണ്ട ഏറ്റവും ജനപ്രിയനായ നേതാവായി മാറി. പാർട്ടിക്ക് പുറത്ത് അടിയുറച്ച കമ്മ്യൂണിസ്റ്റും പാർട്ടിക്കകത്ത് തികഞ്ഞ പോരാളിയുമായിരുന്ന ഒരുവൻ. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദനായി മാറി. സമര പോരാട്ടങ്ങളുടെ നായകനായി കേരള ജനത എന്നും ഓർക്കുന്ന, ജനനം മുതൽ മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ ജനിച്ചു മരിച്ച ധീര പോരാളിയായ അച്യുതാനന്ദൻ, അദ്ദേഹം നേരിട്ട യാതനകൾ ചെറുതൊന്നുമായിരുന്നില്ല. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയതിന് കാരാഗ്രഹവാസത്തിന്റെ ഭാഗമായി ലഭിച്ച അടിയിലൊന്നും അദ്ദേഹം പതറുകയോ കരയുകയോ ചെയ്തു. മറിച്ച് 8 ദിക്കും പൊട്ടുമാറുച്ചത്തിൽ ഈങ്കുലാബ് വിളിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പുതിയൊരു ലോകത്ത് അനീതിക്കെതിരെയുള്ള ഒരു ശബ്ദമായി മാറാൻ VS യാത്ര തിരിക്കുമ്പോൾ 103 വയസ്സുള്ള പാർട്ടിയുടെ 101 വയസ്സുള്ള നേതാവിന് യാത്രാമൊഴി അർപ്പിക്കുമ്പോൾ സമരപോരാട്ടങ്ങളിലൂടെ വിജയഗാഥ രചിച്ച വിപ്ലവ സൂര്യനെ കണ്ണേ കരളെ VS എന്ന് വിളിച്ചവർ ആ മൃതശരീരത്തെ മാത്രം യാത്രയാക്കി ഓർമ്മകളുടെ രക്തതാരകത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇന്നും ആ മുദ്രാവാക്യം മുഴക്കുകയാണ്: കണ്ണേ കരളെ VS. തലസ്ഥാനത്ത് നിന്ന് VSന് വിപ്ലവ മണ്ണിലേക്ക് മടക്കം നൽകി കേരള ജനത. അനന്തപുരിയിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള VSന്റെ അന്ത്യയാത്ര നിറകണ്ണുകളോടെ വീക്ഷിക്കാൻ ആയിരങ്ങളാണ് വഴിയരികിൽ ഉണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ അദ്ദേഹത്തിന് ഔപചാരികമായി ലഭിച്ച ഗാർഡ് ഓഫ് ഓണറിനേക്കാൾ പാവങ്ങളുടെ തലവനായ VSനെ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ തങ്ങളുടെ പ്രിയ സഖാവിനെ യാത്രയാക്കാൻ വിളിച്ച മുദ്രാവാക്യം തന്നെയാകും അദ്ദേഹത്തിൻ്റെ മനസ്സിന് നിത്യശാന്തി നൽകിയത്. നിരവധി പേരാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും VSനെ കാണാൻ കാത്തുനിന്നത്. ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്കാണ് വിലാപയാത്രയായി VSന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. ജനിച്ച മണ്ണിലേക്ക് ശരീരത്തെ മാത്രം മടക്കി അയച്ച് ആയിരങ്ങളുടെ ഹൃദയത്തിൽ ഒരു താരകമായി മിന്നിജ്വലിച്ച മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നാളെ രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം, ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്തും. സമരഭൂമിയിൽ VS അന്ത്യവിശ്രമം കൊള്ളും. കഴിഞ്ഞ ദിവസമാണ് VS അച്യുതാനന്ദൻ വിട പറഞ്ഞത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച VSന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ VSന്റെ ചികിത്സ തുടരുന്നതിൻ്റെയായിരുന്നു. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു VSന്. കേരളത്തിൻ്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ നിരവധി നിലകളിലെല്ലാം പ്രവർത്തിച്ച VS അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാനത്തെ നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. നിലപാടുകളുടെ രക്തതാരകം ആയിരങ്ങളിൽ കത്തിജ്വലിക്കുന്ന ഓർമ്മയായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഖാവെ, അങ്ങയ്ക്ക് M5 ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം.